കള്ളത്തരം കാണിക്കുന്നവരൊക്കെ പിടിക്കണം, ചോദ്യം ചെയ്യണം, തെറ്റുണ്ടെങ്കിൽ ചെയ്യണം. പക്ഷേ BJP ചേർന്ന പിന്നെ ഇവർക്കൊന്നും പ്രശ്നമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആൾക്കാരെ പേടിപ്പിച്ച് അങ്ങോട്ട് ആക്കാൻ വേണ്ടി ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഭീമൻ കള്ളന്മാര് എന്താ പണം സമാഹരിച്ചിരിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ഇതുപോലെ കോർപ്പറേറ്റ് വഴിയും അല്ലാതെയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതിന് ഒരു കാലമില്ല. അപ്പം ഇതിനു വേണ്ടിയാണ് രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ 4 BJPക്കാർ എന്താ അവരൊന്നും കക്കുന്നില്ലേ? ഇത് മാത്രം എണ്ണി പിടിക്കണം എങ്ങനെ? അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഇവരെ ന്യായീകരിക്കാനൊന്നുമില്ല. തെറ്റ് ചെയ്താണെങ്കിൽ പിടിച്ചോട്ടെ. പക്ഷെ അവർ വന്ന് എന്താ ചെയ്യണേ? എന്തടിസ്ഥാനത്തിലാണ് എന്നെ വിളിക്കണത്? എന്തിനാ വിളിക്കണെന്ന് ചോദിച്ചിട്ടേ 1.5 വർഷമായിട്ട് മറുപടി പറയുന്നില്ല. എന്തിനാ വിളിക്കണത്? ഭയങ്കരമായിട്ട് വക്കീലന്മാരൊക്കെ വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഡൽഹിയിലിരിക്കുന്ന ഒരു സത്യം ചിന്തിക്കണത് 19,000 കോടിയല്ലേ? ശീലം അതാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അവര് പറഞ്ഞ പിടിക്കും, ശരിക്കും തപ്പാനാ പറയണേ. അപ്പൊ ഒന്നുകൂടി നോക്കുന്നു. അവരോട് ചോദിക്കണെങ്കിൽ എന്തിനു വേണ്ടിയാ നിങ്ങൾ എന്നെ വിളിപ്പിക്കണേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്ത് തെറ്റന്വേഷിക്കാനാണ് നിങ്ങളെ വിളിക്കുന്നത്? അത് പറ. എന്നിട്ട് വിളിപ്പിച്ചാലും ഞാൻ പോയേനെ. നിങ്ങൾ പറയണത് നിങ്ങളെ ചോദ്യം ചെയ്യണം. അങ്ങനെ നമ്മൾ ചോദ്യം ചെയ്യാനൊന്നും പാടില്ലെന്ന് പറയുന്ന ആളൊന്നുമല്ല. ഞാൻ പോകുമെന്നാണ് ആദ്യം പ്രതികരിച്ചത്. പക്ഷെ അന്ന് എനിക്ക് പോകാൻ നേരമില്ല, പോണില്ലെന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ പത്രത്തിലൂടെ ഞാൻ അറിയണേ. എന്നിട്ട് പോകേണ്ടതിൻ്റെ 2 ദിവസം മുമ്പാണ് എനിക്ക് കത്ത് കിട്ടുന്നത്. ഈ കത്ത് എൻ്റെ MLA ആയിരുന്ന അവിടെ അങ്ങോട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് അയച്ചു. അത് കറങ്ങി തിരിഞ്ഞെത്തിയപ്പോൾ സമയം വൈകിയത്. പത്രത്തിൽ കൊടുത്തെല്ലാം ആഘോഷിച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാൻ പറയാം അന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് വാശി. വീണ്ടും നോട്ടീസ്. ആ നോട്ടീസിലോ നമ്മുടെ മുൻ ഭാര്യയുടെ അടക്കമുള്ള അക്കൗണ്ടുകൾ, മക്കളുടെ അക്കൗണ്ട്, ഞാൻ ഡയറക്ടറായിരുന്ന മുഴുവൻ കമ്പനികളുടെ അക്കൗണ്ട് എന്നാ പറയണേ. എന്ത് അക്കൗണ്ട്? ഇതിലൊക്കെ ഞാൻ കൊടുക്കുക. ഈ ഡയറക്ടറായിരുന്ന കമ്പനിയുടെ അക്കൗണ്ടൊക്കെ എൻ്റെ കയ്യിൽ ഞാനെങ്ങനെ ഉണ്ടാവാൻ? ഇതുപോലെ അസംബന്ധം വാശിക്ക് എഴുതിയ ഏതോരുത്തനോട് ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോഴാണ് ഞാൻ കോടതിയിൽ പോയത്. എന്തിനു കാര്യത്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? ഫെമ വയലേഷൻ ഇതൊക്കെ എന്താ പ്രസക്തമായി വരുന്നത്? അപ്പോഴാണ് തർക്കം തുടങ്ങി. അല്ലെങ്കിൽ എന്താ ED വിളിപ്പിച്ചു, പോലീസ് വിളിച്ചപ്പോണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് പറയണത് നിങ്ങൾക്ക് ഇങ്ങനെ കേസുണ്ട് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പൗരനില പോകാൻ ബാധ്യസ്ഥനാണ്. ദാറ്റ് ഇസ് നോർമൽ. അതുകൊണ്ട് ഇനി വിളിച്ചാലും ഇപ്പോൾ പോണെങ്കിൽ പോവും ഞാൻ. പക്ഷേ വെറുതെ ഇതെൻ്റെ വീട്ടുകാരും മുഴുവൻ അറിയണമെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കൂല. ആ പണി അങ്ങനെ വിരട്ടാനൊന്നും നോക്കണ്ട.